ഏവർക്കും സ്നേഹവന്ദനം. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ്, ദ ക്രോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ബൈബിൾ തത്വശാസ്ത്രത്തിലെ കേന്ദ്ര സത്യങ്ങൾ, മരണത്തിന്മേലുള്ള ജയം, പുതിയ നിയമം, ദൈവത്തെങ്കിലോട്ടുള്ള നേരിട്ടുള്ള പ്രവേശനം, ഇവയാണ് ഇന്ന് നിങ്ങളുമായി സംക്ഷിപ്തമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം ക്രിസ്തീയ തത്വശാസ്ത്രത്തിൻ്റെ കേന്ദ്ര ഘടകമാണ്. ഇതൊരു ചരിത്ര സംഭവം മാത്രമല്ല, മറിച്ച് ദൈവത്തിൻ്റെ ശാശ്വത രക്ഷാ പദ്ധതിയുടെ പരിപൂർത്തീകരണവും കൂടിയാണ്. ഈ ഒരു വീഡിയോ ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ 3 പ്രധാന തത്വശാസ്ത്രപരമായ ഫലങ്ങളെ പരിശോധിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മരണത്തിന്മേലുള്ള ജയം, പുതിയ നിയമത്തിൻ്റെ സ്ഥാപനം, ദൈവത്തെങ്കിലേക്കുള്ള നേരിട്ടുള്ള പ്രവേശനം. ഈ 3 കാര്യങ്ങളാണ് വളരെ കൃത്യമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, മരണത്തിന്മേലുള്ള ജയം, പുതിയ നിയമത്തിൻ്റെ സ്ഥാപനം, ദൈവത്തെങ്കിലേക്കുള്ള നേരിട്ടുള്ള പ്രവേശനം. പഴയ നിയമത്തിലെ യാഗക്രമം, പ്രവാചക വാഗ്ദാനങ്ങൾ, നിയമപരമായ ഘടകങ്ങൾ എന്നിവയുടെ പശ്ചാത്തലത്തിൽ നിന്ന് വേണം പുതിയ നിയമത്തിലെ നിറവേറ്റലുകളിലേക്ക് നമുക്ക് ഒരു വിമോചന ചരിത്രം അല്ലെങ്കിൽ റിഡംപ്റ്റീവ് ഹിസ്റ്റോറിക്കൽ സമീപനം നടത്തുവാൻ സാധിക്കുക. ഇതിലൂടെ തിരുവെഴുത്തിൻ്റെ ഏകതയും ക്രൂശിൻ്റെ ആഴത്തിലുള്ള ആത്മീയ പ്രാധാന്യവും വ്യക്തമായിട്ട് നാം പ്രത്യക്ഷമാക്കുകയാണ്. ഒന്ന്, ക്രൂശ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഹൃദയമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതൊരു ചരിത്ര സത്യവും അതോടൊപ്പം ഒരു ദൈവിക രഹസ്യവും കൂടിയാണ്. പുതിയ നിയമം ക്രിസ്തുവിൻ്റെ മരണത്തെ വിശദീകരിച്ചാലും അതിൻ്റെ പൂർണ്ണമായ അർത്ഥം മനസ്സിലാക്കാൻ പഴയ നിയമത്തിൻ്റെ വെളിച്ചം നമുക്ക് അനിവാര്യമാണ്. ആദ്യ പുസ്തകമായിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് പ്രവാചകന്മാരിലേക്ക് ദൈവം മനുഷ്യന്റെ പാപ പ്രശ്നത്തെ പരിഹരിക്കുകയും ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു രക്ഷാ പദ്ധതി ക്രമേണ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ക്രൂശ് ഈ മുഴുവൻ പ്രവചനങ്ങളുടെയും ചിഹ്നങ്ങളുടെയും പരമാവധി നിറവേറലാണ്. പരമാവധി എന്ന് ഞാൻ പറയുമ്പോൾ ഒരു കുറവും കൂടാത്ത ഏറ്റവും ആത്യന്തികമായി ഏറ്റവും പരിസമാപ്തിയായിട്ടുള്ള നിറവേറ്റലാണത്. രണ്ടാമതായിട്ട്, പാപവും മരണവും. പഴയ നിയമത്തിലെ പ്രശ്നത്തിന്റെ അടിസ്ഥാനം, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഒന്നാമതായി, പാപത്തിന്റെ പ്രവേശനം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ മനുഷ്യന്റെ അനുസരണക്കേട് വഴി പാപവും മരണവും ലോകത്തിലേക്ക് പ്രവേശിച്ചു. ഇത് ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തെ തകർത്ത് കളഞ്ഞു. ഉൽപ്പത്തി 3:15 ദൈവം പറയുകയാണ്, സ്ത്രീയുടെ സന്തതി പാമ്പിന്റെ തല, സർപ്പത്തിന്റെ തല തകർക്കുമെന്ന് വളരെ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു. ഇത് രക്ഷയുടെ ആദ്യ വാഗ്ദാനമാണ്, അല്ലെങ്കിൽ പ്രോട്ടോ ഏവൻഗേലിയോം എന്ന് നമുക്ക് വിളിക്കാം. രണ്ടാമതായിട്ട്, പാപം വേർതിരിവിന്റെ കാരണം കൂടിയാണത്. വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത്, പാപം മനുഷ്യനും ദൈവത്തിനുമിടയിൽ ഒരു വേർതിരിവ് സൃഷ്ടിച്ചിരിക്കുന്നു എന്നതാണ്. പ്രായശ്ചിത്തത്തിന്റെ അനിവാര്യത ഈ സമയത്ത് നമ്മൾ ചിന്തിക്കണം. ലേവ്യ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 11-ാം വാക്യപ്രകാരം, രക്തത്തിൽ ജീവൻ ഉള്ളതിനാൽ രക്തസാക്ഷ്യം കൊണ്ടാണ് പ്രായശ്ചിത്തം അഥവാ അതിൽ നിന്നുള്ള മോചനം, പാപത്തിൽ നിന്നുള്ള മോചനം ലഭ്യമായി തീരുക എന്നുള്ളത്. എന്നാൽ ഈ യാഗങ്ങൾ, അന്നത്തെ കാലത്ത് അർപ്പിച്ചിരുന്നിട്ടുള്ള ആ യാഗങ്ങൾ താൽക്കാലികവും പ്രതീകാത്മകവുമായിരുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. മൂന്നാമതായിട്ട്, പസ്ക കുഞ്ഞാട് അഥവാ പാസ് ഓവർ ലാംപ്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പസ്ക അഥവാ പെസഹ കുഞ്ഞാടിന്റെ രക്തം ന്യായവിധിയിൽ നിന്ന് രക്ഷ നൽകുന്നതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത് യേശു ക്രിസ്തുവിന്റെ ഒരു പ്രതീകമായിട്ടാണ് വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ അത് വിശദമാക്കുന്നു. അടുത്തതായിട്ട്, പ്രായശ്ചിത്ത ദിവസം അല്ലെങ്കിൽ ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ മഹാപുരോഹിതൻ ജനങ്ങളുടെ പാപങ്ങൾക്കായി യാഗം അർപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. എന്നാൽ ഇത് ഓരോ വർഷവും ആവർത്തിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരുന്നു. എന്നാൽ യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കഷ്ടപ്പെടുന്ന ഒരു ദാസനെ കുറിച്ച് കാണാൻ സാധിക്കും. അത് യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പകരക്കാരനായിട്ട് മരണം ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് പറയുന്നതാണ്. വേറെ വാക്കിൽ പറഞ്ഞാൽ, സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെന്റ്. മനുഷ്യവർഗത്തിന്റെ പകരക്കാരനായിട്ട് അവൻ ബലിയായിത്തീരുന്നതിനെ കുറിച്ച് അത് വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അടുത്തതായിട്ട്, പുതിയ നിയമത്തിന്റെ വാഗ്ദാനം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായത്തിന്റെ 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ പുതിയ ഒരു നിയമത്തെക്കുറിച്ച് അവിടെ പ്രവചിച്ചിരിക്കുകയാണ്.
ആ പുതിയ നിയമം മനുഷ്യന്റെ ഹൃദയങ്ങളിലാണ് എഴുതപ്പെടുവാൻ പോകുന്നത്. ആ നിയമവും അത് പൂർണ്ണമായിട്ടുള്ളതുമായിരിക്കും എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നു. അടുത്തതായിട്ട് നാലാമതായിട്ട് മരണത്തിന്മേലുള്ള ജയത്തെക്കുറിച്ചാണ് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് നമ്മളെ പഠിപ്പിക്കുന്നത്. യേശുവിന്റെ ക്രൂശ് മരണത്തിന്മേലുള്ള ജയമായിട്ടാണ് പറയുന്നത്. അതിൻ്റെ ഒന്നാമത്തേത്, അവസാന ശത്രു മരണമാണ്. പാപത്തിന്റെ ഫലവും മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവുമാണ് പിശാച് എന്ന് പറയുന്നവൻ. ആ പിശാചിനെ തന്റെ മരണത്താൽ തോൽപ്പിച്ച ഏക വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവാണ്. അടുത്തതായിട്ട് ക്രിസ്തുവിന്റെ വിജയം. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുകയാണ്: ക്രിസ്തു മരണത്തിന്റെ അധികാരമുണ്ടായിരുന്നവനെ തന്റെ മരണത്താൽ നശിപ്പിച്ചു കളഞ്ഞു, തോൽപ്പിച്ചു കളഞ്ഞു, അവനെ ഇല്ലായ്മ ചെയ്തു എന്നാണ്. നാലാമതായിട്ട് അതിന്റെ 3-ാം ഭാഗത്ത് ഉയർപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നത്. എന്താണ്? അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അപ്പൊ മരണം വരിച്ചവനായ യേശു മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യെശയ്യാപ്രവചനം 25-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ അവൻ മരണത്തെ എന്നേക്കും നശിപ്പിക്കുന്നു എന്ന് വായിക്കുന്നു. അതുകൊണ്ട് വിശ്വാസിയുടെ അനുഭവം മരണഭയത്തിൽ നിന്ന് മോചനവും നിത്യജീവിതത്തിന്റെ ഉറപ്പും പുനരുത്ഥാനത്തിന്റെ പ്രത്യാശയുമാണ് യേശു ക്രിസ്തുവിന്റെ ക്രൂശിലൂടെ ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് ലഭിക്കുന്നത്. അഞ്ചാമതായിട്ട് പുതിയ നിയമത്തിന്റെ സ്ഥാപനം. അതിൻ്റെ ഒന്നാമത്തേത് നിയമത്തിന്റെ സ്വഭാവം. പഴയ നിയമത്തിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം നിയമങ്ങളിലൂടെ അല്ലെങ്കിൽ കവനൻസ് അതിലൂടെ ആയിരുന്നു ഉണ്ടായിരുന്നത്, ഉടമ്പടിയിലൂടെ ആയിരുന്നു. കവനൻസ് ആയിരുന്നു അന്ന് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഉണ്ടാക്കിയിരുന്നത്. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ രക്തം കൊണ്ട് നിയമം ഉറപ്പിച്ചു. 5-ാം ഹെഡിങ്ങിന്റെ 2-ാമത്തെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് പഴയ നിയമത്തിന്റെ പരിമിതികളാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ മൃഗങ്ങളുടെ രക്തം പാപം നീക്കാനായിട്ട് പൂർണ്ണമായി കഴിയുകയില്ല എന്ന് തന്നെയാണ്. അതാണ് പാപപരിഹാരത്തിന് വേണ്ടി മനുഷ്യൻ അർപ്പിക്കുന്നതെങ്കിലും അത് കൂടെ അർപ്പിക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ട് മനുഷ്യന്റെ പാപം പരിഹരിക്കപ്പെടുന്നില്ല, മറിച്ച് പൂർത്തീകരിക്കുവാനുള്ള ഒരു യാഗത്തിന്റെ ഒരു നിഴലായി മാത്രമായിരുന്നു മനുഷ്യന് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അടുത്തത് യേശു ക്രിസ്തു പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ ഇത് എൻ്റെ രക്തത്തിൽ ഉള്ള പുതിയ നിയമം എന്ന് കർത്താവ് തമ്പുരാൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അതിനെക്കുറിച്ച് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തായിട്ട് പുതിയ നിയമത്തിന്റെ പ്രത്യേകതകൾ. ഒന്നാമതായി ഹൃദയ പരിവർത്തനം ഉണ്ടാകുന്നു. നമുക്ക് പൂർണ്ണ പാപക്ഷമ ലഭിക്കുന്നു. ദൈവവുമായിട്ടുള്ള നമ്മുടെ സ്ഥിരബന്ധം സംസ്ഥാപിതമാകും. ഇതാണ് ക്രൂശിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. ദൈവത്തിന്റെ അടുക്കിലേക്ക് എന്ന് അബ്ബാ പിതാവേ എന്ന് ആരുടെയും മധ്യസ്ഥതയില്ലാതെ നമുക്ക് നിലവിളിക്കുവാൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാൻ അല്ലെങ്കിൽ സ്തുതിക്കുവാൻ ദൈവത്തെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ ലഭ്യമായിരിക്കുന്നു. ദൈവത്തിങ്കിലേക്കുള്ള നേരിട്ടുള്ള പ്രവേശനം, വേർതിരിവിന്റെ മതിലൊക്കെയും പഴയ നിയമത്തിൽ ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കപ്പെട്ടതായിരുന്നെങ്കിൽ, അത് വേർതിരിവിന്റെ മതിലുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ, പുതിയ നിയമത്തിൽ വരുമ്പോൾ ആ മതിലിന്റെ തിരശീല എന്നേക്കുമായിട്ട് കീറപ്പെട്ടു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 51-ാം വാക്യത്തിൽ ദൈവാലയത്തിന്റെ തിരശീല എന്ന് പറഞ്ഞാൽ ജനങ്ങളെയും പുരോഹിതന്മാരെയും ദൈവത്തെയും തമ്മിൽ വേർതിരിക്കുന്നതായിട്ടുള്ള ആ തിരശീല അടിതൊട്ട് മുകളിലോട്ട് പൂർണ്ണമായി കീറപ്പെട്ടു അല്ലെങ്കിൽ ചിന്തപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് ഇനിയും ഒരു മറശീലയുടെ ആവശ്യം നമുക്കില്ല എന്നും കൂടിയാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് ക്രിസ്തുവിന്റെ കൃപാസനത്തിലേക്ക് തൽസമയത്ത് കൃപ പ്രാപിക്കാൻ തക്കവണ്ണം അടുത്തു വരുവാനും അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള വലിയൊരു പുത്രസ്വീകാര്യം തന്നിരിക്കുകയാണ്. ഇത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള മതിൽ നീങ്ങിയതായിട്ട് കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ആരെങ്കിലും മതിൽ കെട്ടിനുള്ളിൽ നിൽക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മതിൽ ഇടിക്കപ്പെട്ടിരിക്കുന്നു, പൊളിക്കപ്പെട്ടിരിക്കുന്നു, ചീന്തപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തോടെ ക്രിസ്തുവിന്റെ കൃപാസനത്തിലേക്ക് നിങ്ങൾക്ക് അടുത്തു വരാം എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. 6-ന്റെ 3-ാമത്തെ ഭാഗത്ത് അതൊരു പുതിയ വഴി കൂടെ തുറന്നു തരികയായിരുന്നു.
തന്നെയായിരുന്നു. വിശ്വാസികൾക്ക് ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് വരുവാനുള്ള പുതുവഴി. അതാണ് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അടുത്തതായിട്ട് അനുരഞ്ജനവും സമാധാനവും. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ രക്തം വഴി നമുക്ക് പിതാവായ ദൈവത്തോട് അനുരഞ്ജനപ്പെടുവാൻ സാധിച്ചിരിക്കുന്നു. നമുക്ക് നിരപ്പ് വന്നിരിക്കുന്നു. നമുക്ക് പൊരുത്തം, ഞങ്ങളുടെ മലബാർ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ പൊരുത്തപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തം വഴി നമുക്ക് അനുരഞ്ജനം ലഭിച്ചിരിക്കുന്നു. ഏഴാമതായിട്ട് ദൈവസ്നേഹവും ദൈവിക നീതിയും. ക്രൂശിന്റെ വെളിപ്പെടുത്തൽ ദൈവത്തിന്റെ നീതി നമുക്ക് ക്രിസ്തുയേശു മുഖാന്തരം പ്രായശ്ചിത്ത ബലിയായതിനാൽ ദൈവത്തിന്റെ നീതി നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. അവൻ നമ്മുടെ പാപയാഗമായി എന്ന് കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ 2-ാം ലേഖനത്തിന്റെ 5-ന്റെ 21 നമ്മൾ വായിക്കുന്നു. മാത്രമല്ല ആ കർത്താവ് നമുക്ക് പകരക്കാരനാണ്. അവൻ നമ്മുടെ പ്രായശ്ചിത്തമാണെന്ന് പത്രോസ്ലീഹ തന്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ പറയുന്നു. അവൻ നമ്മുടെ പാപങ്ങൾ വഹിച്ചവനാണ്. ദൈവനീതിയും ദൈവസ്നേഹവും ഒന്നിക്കുന്നു. ക്രൂശിൽ ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ സ്നേഹവും നമുക്ക് ഒരുമിച്ച് ദർശിക്കാൻ സാധിക്കുന്നു. അങ്ങനെ രക്ഷാപദ്ധതിയുടെ ഏകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റി ഓഫ് റിഡംഷൻ, ആ ഒരു മഹത്വം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് പുതിയ നിയമപ്രകാരം നാം ദൈവത്തിന്റെ മക്കളായിത്തീരുന്നു. അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിക്കപ്പെട്ടവരായി ദൈവത്തിന്റെ മക്കളായിത്തീരുന്നു. പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസൻ എന്ന് യേശു കർത്താവ് പറഞ്ഞെങ്കിൽ ആ പുത്രനായ യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകാനുള്ള അവകാശവും അധികാരവും ക്രൂശിലെ തന്റെ രക്തത്താൽ അവൻ ചൊരിഞ്ഞ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് ആ ക്രൂശിലെ ബലിയിൽ ആശ്രയിച്ചുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് ആ കർത്താവിന്റെ പാദപീഠത്തിൽ സമർപ്പിക്കാം. ക്രൂശ് കൂടാതെ ക്രിസ്തീയ ജീവിതമില്ല എന്നുള്ളത് നാം അറിഞ്ഞുകൊള്ളണം. നന്ദി, നമസ്കാരം.